മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നെക്സ്റ്റ് എന്താണ് തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിത്തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് നോക്കാം. ടു കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവരുടെ ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ടു കപ്സ് ആണെന്നാണ് കാണുന്നത്. അത്രത്തോളം സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് കേട്ടോ. അപ്പോൾ അത്ര നല്ല രീതിയിലാണ് നിങ്ങളുടെ ബന്ധം പോയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ. ഈ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾക്കായാലും നിങ്ങളുടെ വ്യക്തിക്കായാലും മറ്റാരോടും തോന്നാത്ത അത്രയും ഫീലിങ്സ് ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്കായാലും. തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അത്രത്തോളം നിങ്ങൾ നല്ല രീതിയിൽ കഴിഞ്ഞവരാണ്. ആരും അതിന് പകരം വെക്കാൻ അവർക്ക് മറ്റാരെയും സാധിക്കില്ല എന്നാണ് ഈ കാർഡ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അത് നിങ്ങൾക്കും മനസ്സിലാവും. ടു കപ്സിൻ്റെ എനർജിയാണ്. ഒരു അത്രത്തോളം എന്ത് കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയുന്നവരായിരിക്കാം. എല്ലാ കാര്യത്തിനും നിങ്ങൾ എല്ലാം ഷെയർ ചെയ്യും നിങ്ങളുടെ വ്യക്തിയെടുത്ത്. അവരും തിരിച്ചിങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളായാലും നിങ്ങളുടെ വ്യക്തിയായാലും എല്ലാ കാര്യവും ഷെയർ ചെയ്ത് അത്രയും നല്ല രീതിയിൽ പോയിരുന്ന ഒരു കണക്ഷനായിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാവുന്നത്. നല്ല രീതിയിൽ പോയിരുന്ന ഒരു കണക്ഷനായിട്ട് തന്നെയാണ് ഈ കാർഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി വന്നതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. ഒരുപാട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും അതൊക്കെ കേട്ടോ. ഇതുവരെ നിങ്ങൾക്കൊരു കുറേ കാര്യങ്ങൾ തിരിച്ചറിവ് ലഭിച്ചതൊക്കെ ഈ ഒരു വ്യക്തി മുഖേന ആയിരിക്കണം. എംബ്രറാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഉത്തരവാദിത്വമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ആൾ. അതുപോലെ ഉത്തരവാദിത്വം ഉള്ള ഒരു വ്യക്തിയായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. ഫാമിലി അങ്ങനെയുള്ള ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചൊക്കെ ആളൊരു സ്ട്രോങ് ആണ്. ചില നേരത്ത് നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിച്ചില്ലെന്ന് വരാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഈ ഒരു വ്യക്തിക്കുണ്ട്. ഒരു മെച്ചൂർഡായ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. സാധാരണ ഒരു കുട്ടിത്വമൊന്നും ഈ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ വിചാരിക്കും പോലെ ഒരു കുട്ടിക്കളി അത് നിങ്ങൾക്കായിരിക്കാം. കൂടുതലും കുട്ടിക്കളി ഉള്ളത് നിങ്ങൾക്കായിരിക്കാം. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതും ഒക്കെ. ഭയങ്കര ഒരു സീരിയസ്നെസ്സിലൂടെ പോകുന്ന ഇതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്വഭാവമായിരിക്കണം നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നത് ആൾ. മനസ്സിലായല്ലോ. അത് കാരണം നിങ്ങൾക്ക് തന്നെ ഒരു അച്ഛനെ പോലെ, ഒരു പാരൻസിനെ പോലെയൊക്കെ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവാം. അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോൾ. നിങ്ങൾക്ക് എന്തൊക്കെയോ എന്താ പറഞ്ഞാൽ ഒരു പാരൻസ് എങ്ങനെയാണോ മക്കളെ നോക്കുന്നത്, അതുപോലെ അത്രയും കെയർ ചെയ്തിട്ടായിരിക്കണം നിങ്ങളെ അവർ നോക്കിക്കാണുന്നത്. പക്ഷേ ഇങ്ങനെ പോയിരുന്ന ഒരു കണക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വ്യക്തിയിൽ ചെറിയൊരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതെല്ലാവർക്കും കണക്റ്റ് ആവില്ല. കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ വലിയൊരു മാറ്റം, അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ പോയിരുന്നൊരു കണക്ഷനാണ്. ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു പ്രശ്നം വന്നതായിട്ട് കാണുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ആൾ നിങ്ങളിൽ നിന്നും മാറിപ്പോയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ ആൾ നിങ്ങളിൽ നിന്ന് സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയതുപോലെ ഫീൽ ചെയ്യാം. അത് പലതരത്തിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഫോൺ വഴി ഫീൽ ചെയ്യാം. നേരിട്ട് നിങ്ങളടുത്ത് വലിയ രീതിയിൽ സംസാരം ഉണ്ടാവില്ല. ഇത്രയും നിങ്ങളെ കെയർ ചെയ്തിട്ട് നിങ്ങളെ കൂടെ നിന്ന വ്യക്തി ഒരു സമയം എത്തുന്ന സമയത്ത് അവരിൽ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ടാവാം. അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും ഇങ്ങനെ ബാക്ക് പോകുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എന്നിരുന്നാലും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് ഇവിടെ. പക്ഷേ ഈ ഒരു
വ്യക്തി സ്ട്രെങ്ത്താണ്. അപ്പോൾ ആളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തം ഒരുപാട് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. എല്ലാ ചുമതലകളും ഈ ഒരു വ്യക്തിയുടെ ഇതിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ പ്രഷറൊക്കെ ഈ വ്യക്തിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോഴും നിങ്ങളായിരിക്കാം ചിലപ്പോൾ ആളെ തിരിച്ചു കൊണ്ടുവരുന്നത്. നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ആളെ മാക്സിമം നിങ്ങൾ ഈ വ്യക്തിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് ധൈര്യം കൊടുത്ത് നിങ്ങളാണ് ഈ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നൈൻ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കണം, നല്ലൊരു ഫ്രീഡം നിങ്ങൾക്ക് തരുന്നൊരു വ്യക്തി തന്നെയാണ്. എല്ലാ തരത്തിലും നിങ്ങളുമായിട്ട് ഇണങ്ങുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ ഒക്കെ കാണുന്ന വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ക്യാഷിനായാലും ഒന്നിനൊരു കുറവില്ലാത്തൊരു വ്യക്തിയാണ്. ചില സാഹചര്യത്തിൽ പൈസയുടെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തിയുടെ എനർജിയും നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, 7 ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതിൽ 3 ഓഫ് വാൺസിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഒരു സമയത്തുമ്പോൾ നിങ്ങളെ മറന്നു പോയൊരു ഇതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഇടയ്ക്ക് വെച്ച ആൾ സൈലൻ്റ് ആയിട്ടുണ്ടാവാം. ഇടയ്ക്ക് നിങ്ങളെ എന്തൊക്കെയോ കാരണത്താൽ ഇതിനകത്ത് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. അല്ല, ഫാമിലി ആയിരിക്കാം, മറ്റു വ്യക്തികളായിരിക്കാം. പക്ഷേ ആളും നിങ്ങളും തമ്മിൽ ഇടയ്ക്ക് ഒരുപാട് ചേഞ്ചിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് മാറ്റം ഈ ഒരു വ്യക്തിക്ക് വന്നു. ഒരുപാട് മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നില്ല. ആദ്യമൊക്കെ നിങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുത്ത വ്യക്തിയാണ്. 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. തേർഡ് പാർട്ടി നല്ല രീതിയിൽ കാണുന്നുണ്ട്. നമുക്കിവിടെ മെയിനായിട്ട് 3 വ്യക്തികളെയാണ് തേർഡ് പാർട്ടി ആയിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. 3 ഓഫ് വാൺസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. 3 വ്യക്തികളെ കാണുന്നുണ്ട് തേർഡ് പാർട്ടിയിൽ. അത് നിങ്ങൾക്കറിയാമായിരിക്കും അതെന്താണെന്നുള്ളത്. ഇല്ലെങ്കിലും 3 വ്യക്തികൾ ഇതിനകത്തുണ്ട്. അതുമൂലം ഡിസിഷൻ എടുക്കുന്നില്ല. ഒന്ന് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ച് പേർക്ക് വേറൊരു കണക്ഷനിൽ പെട്ടതും ആവാം കേട്ടോ. എന്നുവെച്ചാൽ ആൾക്കൊരു തീരുമാനം, അതിനുശേഷം ഒരുപാട് മാറ്റം ഈ വ്യക്തിക്ക് വന്നു. നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് പോയ കണക്ഷൻ പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ട പരിഗണന, സ്നേഹം ഒന്നും തരാതെ പോകുന്നുണ്ടാവാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, 3 വ്യക്തികളാണ് മെയിനായിട്ട് ഇതിനകത്ത് കാണുന്നത്. ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല. കുറച്ച് പേരുടെ റീഡിംഗ് ആണിത്. ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം കേട്ടോ. അത് പറയുന്ന 3 വ്യക്തികൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയിരിക്കും വ്യക്തിയുടെ. അപ്പം എന്തോ ആവാം. പക്ഷേ അതാണ് മെയിൻ കാരണം. തീരുമാനം അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നിലവിൽ ഇതാണ് നിങ്ങളുടെ കാര്യം. ഇപ്പോൾ നിലവിൽ ഈ ഒരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് എന്ത് തീരുമാനമാണ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതാണ് നിങ്ങളുടെ അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഓവറോൾ എനർജിയാണ് എടുത്തത്. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്ത് ആക്ഷനാണ് ഈ വ്യക്തി എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. ജസ്റ്റിസാണ്. ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾക്കാണ് ജസ്റ്റിസ് തരാൻ പോകുന്നത്. നീതി നിങ്ങളുടെ ഭാഗത്താണ് കേട്ടോ. എന്ത് തേർഡ് പാർട്ടി ഇതിനകത്തുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എംബ്രർ എനർജിയാണ് വന്നത്. ഇത് ലൈഫ് ലോങ് നീണ്ടു പോകാൻ തന്നെയാണ്. ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടാണ് നിങ്ങളെ കണ്ടത് ആദ്യ രീതിയിൽ. ഒരു ടൈം പാസിന് വേണ്ടി ഒന്നുമല്ല നിങ്ങളെ പ്രണയിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വിധി നിങ്ങൾക്ക് അനുകൂലമായി വരും കേട്ടോ. ഇതിനകത്ത് കണ്ടോ, മാസ്റ്റർ ഡെക്കായിട്ട് വന്ന് തന്നെ 3 ഓഫ് ഷോട്ട്സ് ആണ്. ഇതിനകത്ത് നല്ല രീതിയിൽ തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. ഒരുപാട് വേദന സഹിച്ചു നിങ്ങൾ. അതിനുശേഷം നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. ഒരുപാട് നെഞ്ചിൽ കത്തി ഇറങ്ങുന്ന അത്രയും വേദന നിങ്ങൾ സഹിച്ചു. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒത്തിരിയേറെ നിങ്ങൾ പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്താണ്. ഈ വ്യക്തിയെ മനസ്സിലാക്കി, അതായത് ആ വ്യക്തി മനസ്സിലാക്കി തിരിച്ചു വരും. ആ വ്യക്തി ജസ്റ്റിസ് നിങ്ങൾക്ക് തരും കേട്ടോ. നിങ്ങളാണ് വലുതെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാവും കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്ത്. കാരണം അവർക്കിപ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റിസ് നിങ്ങൾക്ക് തന്നെയാണ്. നീതി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നീതി അർഹിക്കപ്പെട്ടവരാണ് കേട്ടോ. തീർച്ചയായിട്ടും അത് വിഷമിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ഒരു വിധി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിക്കും എന്നുള്ളതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ് കാർഡ് വന്നിരിക്കുന്നത്. അത് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെ നോക്കാവുന്ന. ഇത് ജനറലാണ്, ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളുടെ മാത്രമല്ല, ഇത് ഒത്തിരി പേരുടെ എനർജീസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഒക്ടോബർ, തിരുവനന്തപുരം, ലെറ്റർ N ആണ് വന്നിരിക്കുന്നത്. എറണാകുളം, ഫെബ്രുവരി, ലെറ്റർ H ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ H, മെയ് മാസം. ലോങ് ഹെയർ, 35, ഉത്രാടം, രോഹിണി, 36 ആണ് വന്നിരിക്കുന്നത്. ആർട്ടിസ്റ്റ് ആയിരിക്കാം. പിന്നെ നമുക്ക് അവസാനം കിട്ടിയ മാരേജ് ആണ് കേട്ടോ. നിങ്ങളുടെ മാരേജ് നടക്കും. നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ, ആ ഒരു റീകൺസിലേഷൻ എല്ലാം പോസിബിൾ ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ കാര്യത്തിൽ കുറേ പേർക്ക് ഇപ്പോൾ ശരിയായിക്കൊണ്ട് വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വേദനാജനകമായ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും കേട്ടോ. യാതൊരു സംശയമില്ല. നിങ്ങളായിട്ട് ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കണം. നിങ്ങളായിട്ട് ഒന്നിനും പോകരുത് കേട്ടോ. ആളായിട്ട് തന്നെ വരും നിങ്ങളിലേക്ക് കേട്ടോ. ആളായിട്ട് തന്നെ വരും. നിങ്ങളായിട്ട് പോകാതിരുന്നാൽ അത്രയും നല്ലത്. പോകാതിരുന്നാൽ പെട്ടെന്ന് വരും ആൾ കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിച്ച് യൂണിവേഴ്സിന് നിങ്ങൾ നന്ദി പറയാം. ഓക്കെ. അപ്പോൾ കൂടുതൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.